നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ള കാര്യമാണ് നായകൾ ഇണചേർന്ന ശേഷം വേർപിരിയാൻ കഴിയാതെ കുടുങ്ങി നിൽക്കുന്നത്. തെരുവു നായകൾ ധാരാളമുള്ള നമ്മുടെ നാട്ടിൽ ഇതൊരു സ്ഥിരം കാഴ്ചയുമാണ്. ചിലർ ഇങ്ങനെ കാണുന്ന നായകളെ കല്ലെറിഞ്ഞ് ഭയപ്പെടുത്തി ഓടിക്കുകയും അവയെ വേർപെടുത്താൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഇതിന് കാരണമെന്ന് നിങ്ങൾക്കറിയുമോ? നായകളുടെ പ്രത്യുൽപാദന അവയവമായ ലിംഗത്തിന്റെ ഏറ്റവും താഴെയായി ബൾബസ് ഗ്ലാൻഡ് എന്ന ഒരു ഗ്രന്ഥിയുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇവ വലുതാവുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് വേർപിരിയാൻ പറ്റാത്തത്. ഇതിനെ കോപ്പുലേറ്ററി ടൈ എന്നാണ് വിളിക്കുന്നത്. നായ്ക്കളുടെ സാധാരണ ഇണചേരൽ തുടങ്ങി സ്ഖലനം സംഭവിക്കുന്നതിന് തൊട്ടു മുൻപായി ആൺനായകളുടെ ബൾബസ് ഗ്രന്ഥി വലുതാവുകയും അതോടൊപ്പം പെണ്ണായുടെ ലൈംഗികാവയവത്തിലെ പേശികൾ ചുരുങ്ങി ബൾബസ് ഗ്രന്ഥിക്ക് ചുറ്റും മുറുകെ പിടിക്കുകയും ലിംഗം പുറത്തോട്ടെടുക്കുന്നത് തടയുകയും ചെയ്യുന്നു. ഈ സമയത്താണ് കോപ്പുലേറ്ററി ടൈ സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ ആൺനായ 180 ഡിഗ്രിയിൽ തിരിയുകയും ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നായകളുടെ സ്ഖലനം 5 മുതൽ 35 മിനിറ്റ് വരെ നീണ്ടു നിൽക്കാറുണ്ട്. ഇങ്ങനെ ഈ അവസാന തുള്ളി ബീജം വരെ അകത്തു ചെന്ന് ബീജസങ്കലനം സാധ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയാണ് ഈ കോപ്പുലേറ്ററി ടൈ വഴി ഉണ്ടാകുന്നത്. ഈ 5 മുതൽ 35 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ടേ നായകളുടെ ബൾബസ് ഗ്രന്ഥിയും സ്ത്രീ ലൈംഗിക അവയവത്തിലെ പേശികളും പൂർവ്വസ്ഥിതിയിലാകൂ. ഇങ്ങനെ പൂർവ്വസ്ഥിതിയിലാവുമ്പോൾ അവയ്ക്ക് പരസ്പരം വേർപെടാനും പറ്റും. ഇങ്ങനെ താനെ വേർപെടുന്ന ഇവയെ ചിലർ നിർബന്ധപൂർവ്വം വേർപിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് സത്യത്തിൽ അവയെ ദ്രോഹിക്കുകയാണ്. വടിയോ മറ്റോ ഉപയോഗിച്ച് അവയെ വേർപെടുത്താൻ ശ്രമിച്ചാൽ അവയുടെ ലൈംഗിക അവയവങ്ങൾക്ക് സാരമായ പരിക്കേൽക്കാനും പിന്നീട് ഒരിക്കലും അവയ്ക്ക് ഇണചേരാൻ സാധിക്കാതെ വരികയും ചെയ്തേക്കാം. ചിലപ്പോൾ അവയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്.